വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വീണ്ടും നിയമന വിവാദം. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ യോഗ്യതയില്ലാത്തവരെ നിയമിച്ച സർക്കാർ. ഡെപ്യൂട്ടി ഡയറക്ടർ, അസിസ്റ്റന്റ് ഡയറക്ടർമാർ തസ്തികകളിലെ നിയമനമാണ് വിവാദത്തിലാകുന്നത്. വിവരങ്ങളുമായി അഞ്ജു കൂടി ചേരുന്നുണ്ട്. വീണ്ടും ഇത്തരത്തിൽ നിയമന വിവാദം തുടരുന്നൊരു സാഹചര്യമാണ് കാണുന്നത്. അഞ്ജു എസ് പാലൻ ചേരുന്നുണ്ട്. അഞ്ജു, വീണ്ടും നിയമന വിവാദം ഉയരുകയാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലടക്കം SSK CMAT നിയമനങ്ങൾ, ഡയറക്ടർ നിയമനങ്ങളിലടക്കം ഒരു വിവാദം ഉയർന്നു വന്നിരുന്നു. വീണ്ടും ഇതിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളുമാണ് വരുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? പറഞ്ഞതുപോലെ തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പിൽ, പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള നിയമനങ്ങളിൽ മറ്റൊരു വിവാദം കൂടി ഉണ്ടായിരിക്കുകയാണ്. അത് ഈ VHSE ഡയറക്ടർ, അസിസ്റ്റന്റ് ഡയറക്ടർ നിയമനവുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ ഒരു വിവാദമുണ്ട്. നിലവിലൊരു പ്രശ്നം. അതൊരു കൃത്യമായി തന്നെ നമുക്ക് പറഞ്ഞാൽ അതൊരു ഈ മാനദണ്ഡങ്ങൾ അട്ടിമറിച്ചുകൊണ്ടുള്ള ഒരു നിയമനമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. സാധാരണഗതിയിൽ VHSE ഡയറക്ടറായിട്ടും VHSE വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഡയറക്ടറായിട്ടും അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടൊക്കെ നിയമിക്കേണ്ടത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽമാരെയാണ്. അതിൽ കോളേജുകളിൽ പ്രവർത്തിക്കുന്ന പ്രിൻസിപ്പൽമാരെ അവരുടെ എക്സ്പീരിയൻസിന്, സർവീസിന്റെ അടിസ്ഥാനത്തിലാണ് നിയമിക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ ഒരു പുതിയ നിയമന ഉത്തരവ് സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത് പറയുന്നത് ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ, അതായത് +1, +2 ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ അധ്യാപകർക്ക്, പ്രിൻസിപ്പൽമാർക്കാണ് ഈ ഡയറക്ടർ, അസിസ്റ്റന്റ് ഡയറക്ടർ നിയമനങ്ങൾ നൽകിയിരിക്കുന്നത്. 3 പേരെയാണ് അസിസ്റ്റന്റ് ഡയറക്ടർ നിയമനത്തിലേക്കും ഒരാളെ ഡയറക്ടർ നിയമനത്തിലേക്കുമാണ് നിലവിൽ നിയമിച്ചിരിക്കുന്നത്. 1 വർഷത്തേക്കാണ് ഇവരുടെ നിയമനം നിലവിൽ നൽകിയിരിക്കുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ചൂണ്ടിക്കാണിച്ചതുപോലെ VHSEയിലെ പ്രിൻസിപ്പൽമാരെയാണ്, സർവീസിന്റെ അടിസ്ഥാനത്തിൽ VHSEയിലെ പ്രിൻസിപ്പൽമാരെയാണ് ഇത്തരത്തിൽ നിയമിക്കേണ്ടത്. പക്ഷേ സർക്കാർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് HSS വിഭാഗത്തിലെ പ്രിൻസിപ്പൽമാരെ നിയമിച്ചിരിക്കുന്നത്. സ്വന്തം അവരുടെ ഇഷ്ടപ്രകാരമുള്ള, അവർക്ക് തിരികെ കയറ്റാൻ കഴിയുന്ന അധ്യാപകരെ നിയമിച്ചിരിക്കുന്ന ഒരു രീതി തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതിനവർ പറയുന്നത് ഈ ഒരു ഘട്ടത്തിൽ അവർ ഇതിനെ പ്രതിരോധിക്കാൻ പോകുന്നത് ചിലപ്പോൾ VHSEയുമായി ബന്ധപ്പെട്ട് നിയമിക്കാൻ അധ്യാപകർ കാണില്ല എന്നുള്ള അടക്കം ന്യായങ്ങളായിരിക്കും ഇവർ പറയാൻ പോകുന്നത്. പ്രിൻസിപ്പൽമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് VHSEയിൽ ഇത്തരത്തിൽ പെട്ടെന്ന് നിയമിക്കാൻ അധ്യാപകർ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് പ്രവർത്തനം സ്തംഭിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു നിയമനം താൽക്കാലികമായി നടത്തിയെന്നായിരിക്കും ഇവർ ന്യായീകരിക്കാൻ പോകുന്നത്. പക്ഷേ ഈ VHSEയിലെ അധ്യാപകരെ നിയമിക്കേണ്ട ഒരു സ്ഥാനത്താണ് HSS അധ്യാപകർ നിയമിച്ചിരിക്കുന്നത്. ഇത് മാനദണ്ഡങ്ങളെല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു ഉദാഹരണം തന്നെയാണ്. നേരത്തെ ഈ CMAT ഡയറക്ടർ നിയമനം ഒക്കെ ഇതുപോലെ തന്നെ വിവാദത്തിലായിരുന്നു. അന്നൊക്കെ വലിയ രീതിയിൽ വാർത്തയായെങ്കിലും സർക്കാർ അതിലൊന്നും അത്തരത്തിലൊരു വാർത്തയാവുമ്പോഴോ അല്ലെങ്കിൽ തങ്ങൾ ഒരു വിവാദം ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് പോലും അതിൽ നിന്ന് പിന്നോട്ട് പോകാത്തൊരു സമീപനമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ഇപ്പം നിയമിച്ചിരിക്കുന്നത് 3 അസിസ്റ്റന്റ് ഡയറക്ടർമാരെയാണ് നിയമിച്ചിരിക്കുന്നത്. അത് HSS വിഭാഗത്തിലെ പ്രിൻസിപ്പൽമാരാണ്. അവർക്ക് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ചട്ടം മറികടന്നാണ് നിയമിച്ചതെന്നുള്ളതിലാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഈ അധ്യാപക സംഘടനകളും അടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. കാരണം VHSEയിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പൽമാരുണ്ട്. നിയമിക്കാൻ വേണ്ടിയിട്ട് ഉയർന്ന സർവീസ് അടക്കമുള്ള അധ്യാപകർ ഉള്ള സമയത്ത് എന്തിനാണ് HSS വിഭാഗത്തിലെ അധ്യാപകരെ നിയമിക്കുന്നത് എന്നുള്ളൊരു വിമർശനം ഇപ്പോൾ തന്നെ ഈ സംഘടനയ്ക്കുള്ളിൽ തന്നെ, ഈ അധ്യാപകർക്കുള്ളിൽ തന്നെയുണ്ട്. ഇതിലെല്ലാം ഇനി സർക്കാർ വരും ദിവസങ്ങളിൽ മറുപടി പറയേണ്ടി വരും. എന്തായാലും തിടുക്കപ്പെട്ട ഒരു നിയമനം നടത്തിയതും വലിയ രീതിയിലുള്ള വിവാദത്തിലായിരിക്കുകയാണ്. HSS വിഭാഗത്തിലെ അധ്യാപകരെ എന്തിനാണ് ഈ തൊഴിലധിഷ്ഠിത കോഴ്സായി VHSEയിലേക്ക് നിയമിച്ചത് എന്നുള്ള കാര്യമുണ്ട്. കാരണം ഇവർക്ക് ഇതുമായി യാതൊരുവിധ ബന്ധവുമില്ല. HSS പോലെയല്ല VHSE എന്ന് പറയുന്നത്. അത് തൊഴിലധിഷ്ഠിത കോഴ്സാണ്. ഈ അഗ്രികൾച്ചർ, സിവിൽ പോലെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അവിടെ പഠിക്കുക. അപ്പം അതുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. അപ്പോൾ അവർ പഠിക്കുന്ന സിലബസ്, അവരുടെ പഠന രീതി എല്ലാം വേറെയാണ്. അപ്പോൾ ഇതുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു അധ്യാപകനെ ഡയറക്ടർ സ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഈ പാഠ്യപദ്ധതിയിലും അതുപോലെ തന്നെ പഠന രീതിയിലും അടക്കമുണ്ടാകും. അതിനെതിരെയാണ് ഇപ്പോൾ ഒരുപക്ഷം അധ്യാപകർ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. മാത്രമല്ല, ഈ നിയമന വിവാദങ്ങൾ ഒരു തുടർക്കഥയാകുന്ന ഒരു സാഹചര്യമാണ് അഞ്ജു നിലവിൽ നിലനിൽക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളടക്കം SSK CMAT ഡയറക്ടർമാരെ അടക്കം നിയമിച്ചത് വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത്. മാത്രമല്ല, തങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ അധികാര കസേരകൾ അല്ലെങ്കിൽ എവിടെയും തിരികെ കയറ്റാമെന്ന ഒരു അധികാരത്തിലിരിക്കുന്നവർ ചെയ്യുന്ന ഒരു കാഴ്ച എങ്ങനെയാണോ ചെയ്യേണ്ടാത്തത് അതും ആവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഉമ. കാരണം അധികാരത്തിലേറി ആദ്യ നാളുകളിൽ ഇതുപോലെ വലിയ പുതിയ നിയമനങ്ങളൊക്കെ നടത്തുന്നത് സാധാരണഗതിയിലാണ്. പക്ഷേ ഈ ചട്ടങ്ങളും മാനദണ്ഡങ്ങളും ഒക്കെ കാറ്റിപ്പറത്തി മറ്റൊരു അധ്യാപകരെ അവിടേക്ക് തിരികെ കയറ്റുക എന്നുള്ളതാണ് ഈ പ്രശ്നമുള്ളത്. CMATൽ നമ്മൾ കണ്ടത് അത് തന്നെയാണ്. ഡയറക്ടർ നിയമനത്തിലേക്ക് യോഗ്യതയുള്ളവരെ തഴഞ്ഞിട്ടുള്ളൊരു നിയമനം. എന്നിട്ട് അതെന്താണ് അവർ ഉദ്ദേശിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ താൽക്കാലികമായി നിയമിക്കുക, 1 വർഷത്തെ കരാർ അടിസ്ഥാനത്തിലേക്ക് നിയമിക്കുക. ഇവിടെയും അങ്ങനെ തന്നെയാണ് നിയമിച്ചിരിക്കുന്നത്.
യോഗ്യതയുള്ളവരുണ്ട്, അതുപോലെ തന്നെ സർവീസ് ഉള്ളവരുണ്ട്. പക്ഷേ അവരെ ഒന്നും കാണാതെ ചട്ടം ലംഘിച്ചുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം ഇഷ്ടക്കാരെ അല്ലെങ്കിൽ ആവശ്യമുള്ളവർ അല്ലെങ്കിൽ ഒരു സംഘടനാ പ്രവർത്തനമായി സർവീസ് അനുകൂല സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെ നിയമിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ എല്ലാ കാര്യങ്ങളും പോകുന്നത്. അത് പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ മാത്രമല്ല, എല്ലാ വകുപ്പിലും അങ്ങനെ തന്നെയാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലാണെങ്കിലും മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലാണെങ്കിലും ഇത് തന്നെയാണ്. ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്ന ഒരു സമീപനമാണ് UDF സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം കാണാൻ തുടങ്ങിയത്. അതിൽ ഏറ്റവും ഗുരുതരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ചട്ടങ്ങൾ ലംഘിക്കുന്നു എന്നുള്ളതാണ്. തുടർച്ചയായി തുടർന്ന് വരുന്ന ചട്ടങ്ങളുണ്ട്, മാനദണ്ഡങ്ങളുണ്ട്, അതൊക്കെ കാറ്റിൽ പറത്തുകയാണ്. ആരും ചോദ്യം ചെയ്യാനില്ല എന്നുള്ള രീതിയിലേക്ക് സർക്കാർ സംവിധാനങ്ങൾ പോകുന്നതാണ് നിലവിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അത് തന്നെയാണ് ഈ VHSE ഡയറക്ടർ, അസിസ്റ്റന്റ് ഡയറക്ടർ നിയമനത്തിലും നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. മാത്രമല്ല അഞ്ജലി, വളരെ മറ്റൊരു വലിയ പ്രധാനപ്പെട്ട പ്രശ്നം എന്നാൽ ഇതിൽ അനുയോജ്യമായവരെ അല്ലെങ്കിൽ അതിൽ അധികാരമുള്ളവർ മാറ്റി നിർത്തുന്ന, അനുയോജ്യമാരെ മാറ്റി നിർത്തി ഒട്ടും യോഗ്യതയില്ലാത്തവരെ തിരികെ കയറ്റുമ്പോൾ ഇതിൽ ബാധിക്കപ്പെടുന്ന മറ്റൊരു വിഭാഗമുണ്ട്. അവരെ ഇത് എത്രത്തോളം ബാധിക്കും എന്നത് ഈ സർക്കാരാണ് അത് ശ്രദ്ധിക്കേണ്ടത്. അതിൽ വിട്ടുവീഴ്ച ഇല്ലാത്ത ചെയ്യേണ്ട ഒരു നിയമന നടപടിയിലാണ് ഇത്തരത്തിൽ ഒരു തരത്തിലും അധികാരത്തെ ഒരു ദുർവിനിയോഗം ചെയ്യുന്ന ഒരു കാഴ്ച കാണുന്നത്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഒരു അധികാര ദുർവിനിയോഗം തന്നെയാണ് ഈ സർക്കാർ അധികാരത്തിൽ കയറിയതിനു ശേഷം നമ്മൾ പല സാഹചര്യങ്ങളും കണ്ടിട്ടുണ്ട്. അഞ്ജു, ഒരു അധികാര ദുർവിനിയോഗം എന്നതിൽ സംശയമില്ല. ഈ സർക്കാർ ഇപ്പോൾ അധികാരത്തിലേറി 2 മാസം പിന്നിടുമ്പോൾ എത്രയെത്ര വിവാദങ്ങളാണ് ഉയരുന്നത് അഞ്ജു. മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഈ വിദ്യാഭ്യാസ വകുപ്പിൽ തന്നെ എത്ര നിയമനങ്ങളാണ് വിവാദമായത്. മാത്രമല്ല തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ എവിടെയും നിയമിക്കാം എന്നൊരു സാഹചര്യത്തിൽ എന്നൊരു വഴി ആ പാത പിന്തുടരുന്നൊരു സാഹചര്യം തുടരുകയാണ്. സൂചിപ്പിച്ചത് ശരി തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ നിയമനങ്ങളൊക്കെ വിവാദത്തിലായി. അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ വലിയൊരു വിവാദത്തിലേക്ക് പോയത് ഈ SSK ഡയറക്ടർ നിയമനമായിരുന്നു. അതായിരുന്നു ചട്ടങ്ങളും മാനദണ്ഡങ്ങളും ഒന്നുമില്ലാതെ അവർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം നടത്തിയ ഒരു നിയമനം എന്ന് പറഞ്ഞത്. കാരണം വിരമിച്ച ഒരു പ്രിൻസിപ്പൽ, കോളേജ് പ്രിൻസിപ്പലിനെയാണ് SSKന് ഡയറക്ടറായിട്ട് നിയമിച്ചത്. അങ്ങനെ വിരമിച്ച ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ അധ്യാപകരെ നിയമിക്കാൻ പറ്റില്ല. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ വിരമിച്ച കോളേജ് പ്രിൻസിപ്പളെ നിയമിക്കുന്ന തരമായിരുന്നു നമ്മൾ ഈ SSKന് ഡയറക്ടർ നിയമനത്തിൽ കണ്ടത്. അതേപോലെ തന്നെയുള്ള ഒരു രീതി തന്നെയാണ് ഈ നിയമനത്തിൽ നമ്മൾ കണ്ടത്. എല്ലാ ചട്ടങ്ങളും കാറ്റിൽ പറത്തുകയാണ്. അവർക്ക് അങ്ങനെ ഒരു അല്ലെങ്കിൽ തങ്ങൾക്ക് ഭരിക്കാൻ വേണ്ടി തങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ നിയമിക്കണം. അതുമാത്രമാണ് UDF സർക്കാർ അധികാരത്തിൽ കയറിയതിനു ശേഷം കാണിക്കുന്ന ഒരു സ്വഭാവം എന്ന് പറഞ്ഞത്. അല്ലാതെ ചട്ടങ്ങൾ മാനിച്ചോ അല്ലെങ്കിൽ സർവീസ് മാനിച്ചോ ഇത്ര വർഷം സർവീസ് ചെയ്തു അവരുടെ പോർട്ട്ഫോളിയോ വെച്ചിട്ടോ ഒന്നുമല്ല നിയമനം നടത്തുന്നത്. അവർക്കിഷ്ടമുള്ളവരെ, ഭരണാനുകൂല സംഘടനയിൽപ്പെട്ട ആളുകളെ, അങ്ങനെയുള്ളവരെ നിയമിക്കാനുള്ള ഒരു തിടുക്കപ്പെട്ട നീക്കമാണ് UDFന് ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ നിയമനങ്ങളും ഇങ്ങനെ വിവാദത്തിലാവുന്നത്. പക്ഷേ ഈ നിയമനങ്ങളൊക്കെ വിവാദത്തിലാകുമ്പോൾ പോലും അതിലൊരു കാര്യമായ ഇടപെടൽ നടത്താനോ അല്ലെങ്കിൽ അതിനെ കാര്യമായി പരിഗണിക്കാനോ ഒന്നും സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നത്. ഈ നിയമനവുമായി ബന്ധപ്പെട്ടും VHSE ഡയറക്ടർ നിയമനവുമായി ബന്ധപ്പെട്ടും എന്തായാലും വലിയ തരത്തിലുള്ള വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഈ അധ്യാപക സംഘടനകളിൽ തന്നെ ഉണ്ട്. ഈ വിമർശനങ്ങളൊക്കെ ഉയരുന്നുണ്ട്. പക്ഷേ ഇത് സർക്കാർ എങ്ങനെ പരിഗണിക്കുന്നു എന്നുള്ളിടത്താണ്. നിലവിൽ നമ്മൾ കണ്ടതെല്ലാം അവർ അവഗണിച്ചു കളയുന്ന ഒരു രീതിയാണ്. അതേ സമീപനം തന്നെയായിരിക്കും ഈ നിയമനത്തിലും അവർ നടത്താൻ പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് തീർച്ച തന്നെയാണ്. നിലവിൽ അവർ പറയുന്നത് ഒരു വർഷത്തേക്കുള്ള ഒരു കരാർ നിയമന നിലയിലാണ് ഇവർ നിയമിച്ചിരിക്കുന്നത്. അധ്യാപക ക്ഷാമം അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഇവർ പറയുന്നത്. പക്ഷേ ഈ ചട്ടങ്ങൾ എന്തുകൊണ്ട് ലംഘിക്കപ്പെടുന്നു എന്നുള്ളിടത്താണ് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതുമാ. മാത്രമല്ല അഞ്ജു, ഈ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം അല്ലെങ്കിൽ ഈ അധികാരത്തിലേറി 2 മാസം പിന്നിടുമ്പോൾ തന്നെ ഈ ബന്ധുക്കളെ അടക്കം തിരികെ കയറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ അതൊരു വിവാദമാകുന്നു. വിവാദമാകുമ്പോൾ ആ നടപടി പിൻവലിക്കുന്നു. ഇത് എന്തൊരു നടപടിയാണ്? തോന്നിയ പോലെ എന്തുമാകാം എന്നൊരു പാതയിൽ തന്നെയാണ് സർക്കാർ പിന്തുടരുന്നത്. അത് വീണ്ടും ആവർത്തിക്കുകയാണ്. അവർക്ക് എന്തും എങ്ങനെയും മാറ്റം വരുത്താം എന്നൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ബന്ധു നിയമന വിവാദങ്ങൾ നമ്മൾ ആദ്യം കണ്ടത് ഈ മന്ത്രിമാരുടെ പ്രൈവറ്റ് സ്റ്റാഫ് അല്ലെങ്കിൽ പ്ലീഡർ നിയമനങ്ങൾ, അഡ്വക്കേറ്റ് പ്ലീഡർ നിയമനങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബാക്കി വകുപ്പുകളിലേക്ക് വരുമ്പോൾ ബന്ധു നിയമനങ്ങൾ കൂടുതൽ ആശ്രിതരെ നിയമിക്കുക, അതുപോലെ തന്നെ ഈ സംഘടന ഭരണാനുകൂല UDFന് അനുകൂലമായി നിൽക്കുന്ന സംഘടനകൾ പ്രവർത്തിക്കുന്നവർക്ക് അവർക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ ട്രാൻസ്ഫർ നൽകുക, അവരെ ഇഷ്ടമുള്ള തസ്തികകളിലേക്ക് നിയമിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉയർന്നതിനെ തുടർന്ന് പലരും നമ്മൾ കണ്ടു. വൈദ്യുത മന്ത്രിയായിട്ടുള്ള
വൈദ്യുത മന്ത്രിയായിട്ടുള്ള സണ്ണി ജോസഫിൻ്റെ പ്രൈവറ്റ് സ്റ്റാഫിലേക്ക് നിയമിച്ച ആളെ നിയമിക്കുന്നു. അത് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടാകുന്നു. അങ്ങനെ അവസാനം ബെന്നി തോമസിനെ രാജിവെപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. അതിനുശേഷം പ്ലീഡർ നിയമനത്തിലും ഇതേപോലെ വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ ബന്ധു നിയമന വിവാദങ്ങൾ ഒഴിവഴിക്ക് പോകുന്നുണ്ടെങ്കിൽ ഈ ഭരണാനുകൂല സംഘടനയിൽപ്പെട്ട ആൾക്കാരെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതും അവർക്ക് ഇഷ്ടമുള്ള വകുപ്പുകളിലേക്ക് ഉയർന്ന പോസ്റ്റുകളിലേക്ക് ചട്ടം ലംഘിച്ച് നിയമിക്കാനുള്ള ഒരു രീതിയാണ് ഇപ്പോൾ UDF സർക്കാർ ആ ഒരു രീതിയുമായാണ് മുന്നോട്ട് പോകുന്നത്. ആ രീതി തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിലൊന്നും ഈ സർക്കാരിനോ അല്ലെങ്കിൽ ഈ മുന്നണിക്കകത്തോ വലിയ രീതിയിൽ ഇത് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ള പ്രശ്നമാണ്. ഈ ഓരോ വകുപ്പ് മന്ത്രിമാർ അവരുടെ ഇഷ്ടപ്രകാരം അവർക്ക് തോന്നിയ പാട് ഈ ചട്ടങ്ങൾ ലംഘിച്ച് ഓരോ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ മുന്നണിക്കകത്തും പാർട്ടിക്കകത്തും ഇതൊരു ചർച്ചയായ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു തുടർചലനങ്ങളോ അല്ലെങ്കിൽ ഇനി ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാകാതിരിക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ അത്തരത്തിലുള്ളൊരു സമീപനം ഈ പാർട്ടിയിൽ നിന്നോ അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്നോ മുന്നണിയിൽ നിന്നോ ഒന്നും ഉണ്ടാകാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ നമുക്ക് കാണാൻ കഴിഞ്ഞതുമാ. ശരി, എന്തായാലും ചട്ടങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് UDF സർക്കാർ അധികാരം അല്ലെങ്കിൽ ഭരണം മുന്നോട്ട് പോകുന്നത്. അധികാരത്തിലിരുന്നാൽ എന്തും ചെയ്യാൻ പറ്റും എന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്തായാലും നിയമനം വിവാദമാണ് വീണ്ടും UDF സർക്കാരെ കുഴക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലാണ് വീണ്ടും ഒരു വിവാദ നിയമനം ഉണ്ടായിരിക്കുന്നത്. ഒരു അട്ടിമറിയാണ് ഇവിടെ നടക്കുന്നത്. അഞ്ജേസ് പാലിനാണ് വിവരങ്ങളുമായി ചേർന്നത്.